സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം ജീവജലത്തിനുറവയതായി നിറഞ്ഞൊഴുകും സ്നേഹം. സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം സഹനത്തിൻ നിണധാരയതായി ഉതിർന്നൊഴുകും സ്നേഹം. വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം നീറും മനസ്സിൽ കുളിരലയായി നിറഞ്ഞൊഴുകും സ്നേഹം. വിരലിൻ വേലകളാ ദിവാകര താരകവാനവും നിൻ മുൻപിൽ നിലയറ്റവയായി മാനവനെ നീ സ്നേഹിച്ചു. നിന്റെ വിരലിൻ വേലകളാ ദിവാകര താരകവാനവും നിൻ മുൻപിൽ നിലയറ്റവയായി മാനവനെ നീ സ്നേഹിച്ചു. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാവം നീടുന്നു ആത്മനാഥ നിന്നിൽ ലയിച്ചൊന്നായങ്ങൊഴുകാൻ. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാവം നീടുന്നു പ്രിയനേ നിനക്കായൊരു കൈത്തിരിയായി വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം ജീവജലത്തിനുറവയതാ നിറഞ്ഞൊഴുകും സ്നേഹം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചിന്താവിഷയം നമുക്കറിയാമല്ലോ. 118 സങ്കീർത്തനം 24 വാക്യം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. രാജാക്കന്മാർ 2-ാമത്തെ പുസ്തകം 7-ാം അധ്യായത്തിന് 9-ാം വാക്യം. 2 രാജാക്കന്മാർ 7:9. ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ, നാമോ മിണ്ടാതിരിക്കുന്നു. നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. ആകയാൽ വരുവിൻ, നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്ക എന്ന് പറഞ്ഞു. ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ, നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. ഇന്ന് നാം മിണ്ടാതിരിക്കുന്നു. സദ്വർത്തമാന ദിവസമാണ്. നാം ആരോടും വിളിച്ചറിയിക്കാതെ നാം മൗനമായിരിക്കുന്നു. ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ, നാമോ മിണ്ടാതിരിക്കുന്നു. നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. ദൈവത്തിന് സ്തോത്രം. നേരം പുലരും വരെ താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. സദ്വർത്തമാന ദിവസം, യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് രക്ഷാ ദിവസം, ഇന്ന് പാപപരിഹാര ദിവസം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപ നമ്മളെ പകരുന്ന ദിവസം, ഇന്ന് പാപപരിഹാരം തരുന്ന ദിവസം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവത്തിൻ്റെ അത്ഭുത സ്നേഹത്താൽ ദൈവം നമ്മെ സന്ദർശിക്കുന്ന ദിവസം, രക്ഷാ ദിവസം, ഇന്ന് പാപപരിഹാര ദിവസം, ഇന്ന് സദ്വർത്തമാന ദിവസം, ഇന്ന് ദൈവം നമ്മെ സന്ദർശിക്കുന്ന ദിവസം. സ്തോത്രം. സന്ദർശിക്കുന്ന ദൈവം എവിടെ സന്ദർശിച്ചാലും അനുഗ്രഹമാണ്. അതുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. നിങ്ങൾ ഇപ്പോൾ ഉള്ളിൽ പറയണം, കർത്താവേ, ഈ അനുഗ്രഹത്തിൻ്റെ ദിവസമെന്ന് തിരുവചനം പറയുന്നല്ലോ, എനിക്കിന്ന് ഒരനുഗ്രഹം തന്നേ നീ എന്നെ പറഞ്ഞു വിടാവൂ.
എനിക്കൊരനുഗ്രഹം തരണം. നിങ്ങൾ പറയണം, ദൈവത്തോട് പറയണം, ഇന്ന് എനിക്കൊരനുഗ്രഹം തരണം. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവേ, നീ പരസ്യശുശ്രൂഷ ചെയ്ത കാലത്ത് നീ ചെന്നിടത്ത് എല്ലാം അനുഗ്രഹമായിരുന്നല്ലോ. അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും ആവശ്യക്കാരെവിടെ ഇരുന്ന് കരഞ്ഞാലും ആവശ്യപ്പെട്ടാലും നീ ഓടി വന്ന് സഹായം ചെയ്തിരുന്നുവല്ലോ, ചെയ്തുകൊണ്ടിരിക്കുന്നുവല്ലോ. ഇന്ന് ഈ സദ്വർത്തമാന ദിവസം, ഇന്ന് ഈ രക്ഷാ ദിവസം, കർത്താവേ, ഇന്ന് അവിടുത്തെ തൃക്കരവിൻ്റെ മേൽ വെച്ച് എന്നെ അനുഗ്രഹിക്കണമേ. സദ്വർത്തമാന ദിവസം, രക്ഷാ ദിവസം, പാപരിഹാര ദിവസം, സന്ദർശന ദിവസം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 5-ാം വാക്യം. എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെപ്പോലെ കുനിയിക്കുക, രട്ടും വെണ്ണീറും വിരിച്ച് കിടക്കുക, ഇതാകുന്നുവോ ഉപവാസം? ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്? യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസം. സ്തോത്രം. ഇത് സദ്വർത്തമാന ദിവസമാണ്, ഇത് ദൈവം സന്ദർശിക്കുന്ന ദിവസമാണ്, ഇത് രക്ഷാ ദിവസമാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് പാപപരിഹാര ദിവസമാണ്. യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമാണ്. യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസം. സ്തോത്രം. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളം കുളിര് കോരിയിടും. യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസം. നിങ്ങൾ വിശ്വസിക്കൂ, ഇന്ന് ദൈവം നിങ്ങളിൽ പ്രസാദിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ ദൈവം നിങ്ങളിൽ പ്രസാദിക്കും. നിങ്ങൾ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ പ്രസാദമുള്ള ദിവസം. സ്തോത്രം. ഓരോരുത്തരും, എനിക്കറിയാം, നിങ്ങൾ ഓരോരുത്തരും പലതരത്തിൽ മുന്നോട്ട് പോകാൻ വഴി കാണാതെ വലഞ്ഞ് വിഷമിച്ച് കഴിയുന്നവരാണ്. മനസ്സ് പൊള്ളിക്കഴിയുന്നവരാണ്. മനസ്സ് ഉരുകിക്കൊണ്ടിരിക്കുന്നവരാണ്. പലതരത്തിലും ഓരോ കാര്യങ്ങൾ അടുത്തറിയുമ്പോഴാണ് ഓരോരുത്തരുടെയും വേദന അറിയുന്നത്. ഒരുമിച്ച് നാം കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുകയും വചനം കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആർക്കറിഞ്ഞുകൂടാ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു, പാട്ട് പാടുന്നു. പക്ഷേ ഓരോരുത്തരുടെയും തനതായ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ കാണാം അവരുടെ ഉള്ള് നീറുകയാണ്. ഓരോരുത്തരുടെയും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പ്രസാദമുള്ള ദിവസമായിരിക്കും. എങ്ങനെയാകും ദൈവത്തിൻ്റെ പ്രസാദമുള്ള ദിവസം? ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുന്നത് 58-ാം അധ്യായം മുഴുവനും നോമ്പിനെക്കുറിച്ചാണ് പറയുന്നത്. നോമ്പിനെക്കുറിച്ചുള്ള അധ്യായം. എന്താണ് നോമ്പ്? നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊക്കെ നോമ്പ് നോക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ധാരണയിൽ നോമ്പ് നോക്കുന്നത് പറഞ്ഞാൽ മീനും മാംസവും ഒന്നും കഴിക്കരുത്, മുട്ട കഴിക്കരുത്. ഇത് അത്ര ആഹാരത്തിൽ ചില ക്രമീകരണങ്ങൾ. കുറച്ചുകൂടി കത്തിപ്പിടി പറഞ്ഞാൽ പലരും പാലൊഴിച്ച് ചായ കുടിക്കില്ല, കട്ടൻ കാപ്പി കുടിക്കും. വളരെ നിഷ്ഠയോടുകൂടി കഴിയുന്ന ആളുകളുണ്ട്. നോമ്പിൻ്റെ ദിവസങ്ങളിൽ ഉച്ച നോക്കുന്ന ആളുകളുണ്ട്. ഉച്ചവരെ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് ഉച്ച കഴിഞ്ഞ് പ്രാർത്ഥിച്ച് 40 മുമ്പിട്ട് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. നോമ്പ് നോക്കുക, ഏതാണ് നമ്മുടെ ധാരണയിൽ അങ്ങനെയൊക്കെയാണ്. എന്താണ് നോമ്പ്? ദൈവത്തിന് പ്രസാദമുള്ള ദിവസമാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പ് 50 ദിവസമോ അല്ലെങ്കിൽ 25 ദിവസമോ അല്ലെങ്കിൽ 15 ദിവസമോ അല്ലെങ്കിൽ 12 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമോ ഉള്ള നോമ്പ് അതല്ല. അതിനപ്പുറത്ത് ദൈവത്തിന് പ്രസാദം വരണമെങ്കിൽ നോമ്പ് എന്താണെന്ന് അറിയണം. എന്താണ് നോമ്പ്? 58-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വായിക്കാം. യെശയ്യാ 58-1 മുതൽ. ഉറക്കെ വിളിക്ക, അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി എൻ്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്ക. എങ്കിലും അവർ എന്നെ ദിനംപ്രതി അന്വേഷിച്ച് എൻ്റെ വഴികളെ അറിവാൻ ഇച്ഛിക്കുന്നു. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൻ്റെ ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജാതിയെപ്പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ച് ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു. ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നത് എന്ത്? ജനം ചോദിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾ നോമ്പ് നോക്കുന്നത് നീ എന്താ കാണാത്തത്? ഞങ്ങൾ നോമ്പ് നോക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നത് എന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത് എന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്ത് ഞങ്ങൾ ജാഗരിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നീ എന്താണ് അറിയാത്തത്? ഇതാ, നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും. നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേകതയും ഇല്ല, കാര്യാദികളൊന്നും മുടക്കുന്നില്ല. നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ജോലിയെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ജോലിക്കാരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നു, അതിലൊന്നും ഒരു മുടക്കവുമില്ല. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും
ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോൽക്കുന്നു. നിങ്ങൾ ഈ നോമ്പ് നോക്കുന്ന ദിവസങ്ങളിലും വിവാദമുണ്ട്, കലഹമുണ്ട്, ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കുന്നുണ്ട്, പരസ്പരം ഭിന്നതയുണ്ട്, പരസ്പരം കലഹമുണ്ട്, ഇഷ്ടക്കുറവുണ്ട്, മുഷിച്ചിലുണ്ട്, വൈരാഗ്യമുണ്ട്, പകയുണ്ട്, എല്ലാം ഒന്നും മാറ്റുന്നില്ല. നോമ്പ് നോക്കുന്ന ദിവസത്തിൽ ഒരു പ്രത്യേകതയുമില്ല. നിങ്ങൾ പിന്നെയും പാപത്തിൽ തന്നെ ജീവിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോൽക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾക്കാൻ തക്കവണ്ണം അല്ല നിങ്ങൾ നോമ്പ് നോക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? എനിക്ക് ഇഷ്ടമുള്ള നോമ്പ് ഇങ്ങനെയുള്ളതാണോ? മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസം എങ്ങനെയുള്ളതാണോ? തലയെ വേഴത്തെ പോലെ കുനിയിക്കുക, പുറപുറമേ ഇത്തിരി മ്ലാനത ഭാവിച്ച് അവളുടെ വിനയപൂർവ്വം നിൽക്കുന്നു, അതാണോ നോമ്പ്? രട്ടും വെണ്ണീരും വിരിച്ച് കിടക്കുക, രട്ടും വെണ്ണീര് വിരിച്ച് കിടക്കുക, അങ്ങനെ ആത്മതപനം ചെയ്യുന്നത്, പുറമേ കാണിക്കുന്നതായ ആ ഏതെങ്കിലും കാര്യപരിപാടികളാണോ നോമ്പ്? ഇതാകുന്നുവോ ഉപവാസം? ഇതാണോ ഉപവാസം? ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്? ഇതിനാണോ നീ നോമ്പെന്നും ദൈവത്തിന് പ്രസാദമുള്ള ദിവസം നീ പേർ പറയുന്നത്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. എന്താണ് നോമ്പ്? പറഞ്ഞു തരാം. അന്യായ ബന്ധനങ്ങളെ അഴിച്ചുകൊള്ളുക. നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക. നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക. പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക. എല്ലാ നുകത്തെയും തകർക്കുക. എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം? ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. ദൈവത്തിന് സ്തോത്രം. പിന്നെ ആ അധ്യായം മുഴുവനും നോമ്പിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് നോമ്പ്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. ഇന്ന് അനേകം ആളുകളും ബന്ധനത്തിലാണ്, പൈശാചികൻ്റെ ബന്ധനത്തിലാണ്. പിശാച് ആ മനുഷ്യൻ്റെ പാപം കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. പാപത്തിൻ്റെ ബന്ധനങ്ങൾ, അന്യായ ബന്ധനങ്ങൾ. ഈ അന്യായ ബന്ധനങ്ങൾ അഴിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രസാദമുള്ള ദിവസമാകുന്നത്. ദൈവത്തിൻ്റെ പ്രസാദം വരണമെങ്കിൽ നമ്മുടെ ബന്ധനങ്ങളെ നാം തിരിച്ചറിയുകയും ബന്ധനങ്ങൾ അഴിഞ്ഞു പോവുകയും ചെയ്യണം. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. അനേകം ബന്ധനങ്ങളുണ്ട് ഓരോരുത്തർക്കും. ചിലരെ കോപത്തിൻ്റെ ബന്ധനത്തിൽപ്പെട്ട് പിടയുന്നവരാണ്, ഉഗ്രമായി കോപിക്കുന്നവരാണ്. ഒരു പ്രത്യേക കാരണം വേണ്ട പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് കോപിക്കുന്ന ആളുകളുണ്ട്. നിസ്സാര കാര്യങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ കോപിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഏതാണ്ട് സുബോധം വരുമ്പോഴാകുമ്പോൾ ഞാൻ എന്തിനാ കോപിച്ചതെന്ന് ചിന്തിച്ചു പോകും. എന്തിനാ കോപിച്ചത്? എനിക്ക് എന്താ കോപം വന്നത്? അതിന് പ്രത്യേക കാര്യമൊന്നുമില്ലല്ലോ, ഒരു കാര്യവുമില്ല. ഭാര്യയോട് വളരെ കോപിക്കുന്ന ആളുകളുണ്ട്, ക്രോധത്തോടെ ഭർത്താവിനോട് കോപിക്കുന്ന ആളുകളുണ്ട്. കുട്ടികളെ ഒരു കരുണയുമില്ലാതെ തല്ലുന്ന ആളുകളുണ്ട്. അന്യായ ബന്ധനങ്ങൾ ധാരാളമുണ്ട്. കോപം മാത്രമല്ല, അതുപോലുള്ള വേറൊരു ബന്ധനമാണ് കാമം, മനുഷ്യൻ്റെ ലൈംഗികമായ ആസക്തി. അന്യായ ബന്ധനങ്ങൾ. മനുഷ്യൻ്റെ ശരീരത്തിൽ ആരോഗ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെക്ഷൽ ഡിസയേഴ്സ് ഉണ്ടാകാം, ലൈംഗികമായ ആഗ്രഹം ഉണ്ടാകാം. പക്ഷേ അന്യായ ബന്ധനമാകുന്ന എപ്പോഴാണ്? അത് സ്വന്തം ഭാര്യയല്ലാതെ മറ്റൊരാളിലേക്ക് നമ്മുടെ ചിന്തയോ മോഹമോ പോകുമ്പോൾ അന്യായ ബന്ധനമാകും. സ്വന്തം ഭർത്താവല്ലാതെ അന്യപുരുഷനിലേക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ മനസ്സ് ആകർഷിക്കപ്പെടുമ്പോൾ അന്യായ ബന്ധനമാകും. വിവാഹത്തിന് മുൻപ് ലൈംഗികമായ താല്പര്യം വരുമ്പോൾ അന്യായ ബന്ധനമാകും. അന്യായ ബന്ധനങ്ങൾ അഴിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം ബന്ധനങ്ങളാണുള്ളത്? പണത്തോടുള്ളതായ വലിയ പറ്റുമാനം, പണത്തോടുള്ളതായ ആഗ്രഹം, ദ്രവ്യാഗ്രഹം, അത് വിട്ടുമാറാത്ത വിധത്തിൽ എത്ര നല്ല സ്വഭാവത്തോടെ വേറെ ആരെയും ഉപദ്രവിക്കുന്നൊന്നുമില്ല, പക്ഷേ നല്ല സ്വഭാവത്തോടെ ജീവിക്കുന്നതെന്ന് തോന്നിയാലും പണം എന്നുള്ള കാര്യത്തിൽ വരുമ്പോഴേക്കും ബന്ധനമാണ് പണം. ദൈവത്തിന് സ്തോത്രം. അന്യായ ബന്ധനം. ഇനി നിങ്ങൾ ഓർത്ത് നോക്കൂ, വേറെ എന്തെല്ലാമാണ്? എന്നോട് തന്നെ പോരാടേണ്ടതായ ബന്ധനമാണ്. എൻ്റെ സ്വയം അന്യായ ബന്ധനമാണ്. എൻ്റെ ഇഷ്ടം, എൻ്റെ ആഗ്രഹം, എൻ്റെ താല്പര്യം, എൻ്റെ പദ്ധതി, എൻ്റെ പ്ലാന്, എൻ്റെ സ്കീം, എൻ്റെ പരിപാടികൾ, ഞാൻ എന്നുള്ളതിൽ തങ്ങി നിൽക്കുന്നു. നിങ്ങൾ ഒരുപക്ഷെ സ്വാർത്ഥതയായിട്ടൊന്നും ചെയ്തില്ലായിരിക്കും, പക്ഷേ എപ്പോഴും ഉള്ളിൽ ഞാൻ അറിയപ്പെടണം, ഞാൻ കാണപ്പെടണം, ഞാൻ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ വരണം, ഞാനുണ്ട്. അതാണ് സ്വയം എന്ന് പറയുന്നത്, അതാണ് അഹം എന്ന് പറയുന്നത്, അതാണ് സെൽഫ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സ്വയത്തിൻ്റെ ബന്ധനം, സ്വയത്തിൻ്റെ അന്യായ ബന്ധനങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഓരോരുത്തരും ചിന്തിച്ചറിയാം, ഓരോരുത്തരും ബന്ധനങ്ങളുണ്ട്. പാപത്തിൻ്റെ ബന്ധനങ്ങളാണ് അന്യായ ബന്ധനങ്ങൾ, ന്യായമല്ലാത്ത ബന്ധനങ്ങൾ, അന്യായ ബന്ധനങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അന്യായ ബന്ധനങ്ങൾ അഴിച്ചാൽ ദൈവത്തിന് പ്രസാദമുള്ള ദിവസമാകും. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അഴിക്കാൻ നിങ്ങൾ ക്രിസ്തുവിനെ വിളിച്ചാൽ നിങ്ങൾക്ക് സ്വതന്ത്രരാകാം. നമുക്ക് ബന്ധനം അഴിക്കാൻ പറ്റുകയില്ല. ആകെ കുരുക്ക് വീണിരിക്കുകയാണ്.
ഓരോ നാവിൽ കുരുക്ക്, വേണ്ടാത്ത വാക്കുകൾ വരും. നാവിൽ കുരുക്ക്, അരുതാത്ത ശബ്ദത്തിൽ വരും, അരുതാത്ത ഗർജനങ്ങൾ വരും. ചിലപ്പോൾ ഒട്ടഹസിക്കും, കോപിച്ച് ഗർജിക്കും. നാവ്, ചുണ്ടുകൾ, ഒരു ചിന്തിച്ച് നോക്കിയാൽ അറിയാം. നിങ്ങളുടെ ഓരോ അവയവങ്ങൾ, നിങ്ങളുടെ കണ്ണുകൾ, ന്യായബന്ധനങ്ങൾ. ഇപ്പോൾ ടി വിയിലെ ചില ചിത്രങ്ങൾ കാണാനുള്ളതായ വ്യഥപ്പാടുകൾ, അതിൽ അഴുക്കായ കാര്യങ്ങൾ കാണുമ്പോൾ അത് നോക്കിയിരിക്കാൻ തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ന്യൂസ് കാണുമ്പോഴാണെങ്കിലും ന്യൂസിൻ്റെ ഇടയിൽ വരുന്നതായ ചില അഡ്വർടൈസ്മെൻറ്റ്സ് അത് പലപ്പോഴും നമുക്ക് കണ്ടിരിക്കാൻ വയ്യാത്തവയാണ്. അത് കാണാനുള്ള ആർത്തി വരുന്നു. അന്യായ ബന്ധനം, കണ്ണിൻ്റെ ബന്ധനമാണ്. ചീത്ത പടങ്ങൾ കാണാനുള്ള ബന്ധനം. പ്രിയപ്പെട്ടവരെ, അതിനുള്ളതായ ആഗ്രഹം ഒരു ബന്ധനമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അഴുക്ക് ചിത്രങ്ങൾ, ബ്ലൂ ഫിലിംസ് എന്നൊക്കെ പറയുന്നത്, അഴുക്ക് ചിത്രങ്ങൾ, ഇതെല്ലാം കാണാനുള്ളതായ ആഗ്രഹം. അന്യായ ബന്ധനങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അന്യായ ബന്ധനങ്ങൾ അഴിക്കുക. ഇനി എന്തുകൊണ്ട്, വേറെ എന്തുകൊണ്ട് ബന്ധനങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കാം. പറയാൻ തുടങ്ങിയാൽ ഒട്ടേറെയുണ്ട്. എന്തെല്ലാം ബന്ധനങ്ങളാണുള്ളത്. ചില മൂഢധാരണകൾ അന്യായ ബന്ധനമാണ്. ക്ഷുദ്രപ്രയോഗങ്ങൾ, മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങൾ അന്യായ ബന്ധനമാണ്. മഷിയിട്ട് നോക്കുക, മുഹൂർത്തം നോക്കുക, ശകുനം നോക്കുക അന്യായ ബന്ധനമാണ്. ചില മൂഢമായ ധാരണകൾ, മൂഢമായ വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ അന്യായ ബന്ധനമാണ്. കൂട്ടായ്മയിൽ വരുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ പലരും ഇതുപോലുള്ള കാര്യങ്ങളിൽ ബന്ധനസ്ഥരാണ്. വീട് വയ്ക്കുമ്പോൾ സ്ഥാനം നോക്കിക്കുന്നവരുണ്ട്. വീട് വയ്ക്കുമ്പോൾ അതിൻ്റെ കട്ടില വയ്പ്പിനെ പ്രത്യേകിച്ച് ഒരു ചടങ്ങ് ആചരിക്കുന്നവരുണ്ട്. ഉത്തരം വെപ്പിനെ ചടങ്ങ് ആചരിക്കുന്ന പരിപാടിയെല്ലാം പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉത്തരവില്ലല്ലോ, ഇപ്പോൾ വർക്ക് കെട്ടിടങ്ങളില്ലേ. പ്രിയപ്പെട്ടവരെ, അന്യായ ബന്ധനങ്ങൾ, ഓരോരുത്തർക്കും അന്യായ ബന്ധനങ്ങളുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് പൂർവികന്മാരിൽ നിന്ന് വരുന്നതായ ബന്ധനങ്ങൾ, പൂർവികമായ ബന്ധനങ്ങൾ. നമ്മുടെ പൂർവികരായ നമ്മുടെ പിതാക്കന്മാരുടെയും പിതാമഹന്മാരുടെയും അങ്ങനെ പഴയ തലമുറയിൽ നിന്ന്, അവരിൽ നിന്ന് പകർന്നു വന്നതായ ബന്ധനങ്ങൾ. അവിടെ പഴയ കാലത്ത് ഏതെങ്കിലും ആത്മഹത്യകൾ നടത്തിയിട്ടുണ്ടാകുമോ? നമ്മുടെ കാലത്തല്ല. അവിടെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടാകുമോ? ഏതെങ്കിലും സാധു സ്ത്രീയെ വഞ്ചിച്ചിട്ടുണ്ടായിരിക്കുമോ? അവളുടെ ചാരിത്ര്യം കവർന്ന് അവൾ മരിക്കാൻ ഇടയായിട്ടുണ്ടാവുമോ? ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, കവർച്ചകൾ, അന്യായ ബന്ധനങ്ങൾ. അന്യൻ്റെ സ്വത്ത് കൈവശം ഇരിക്കുന്നത് അന്യായ ബന്ധനമാണ്. ആൾ അറിയാതെയോ അറിഞ്ഞോ നാം കൈവശമാക്കുന്നത്, അത് തിരിച്ചു കൊടുക്കാതിരിക്കുന്നത് അന്യായ ബന്ധനമാണ്. അന്യായ ബന്ധനങ്ങൾ അഴിക്കുക, അതാണ് ദൈവത്തിന് പ്രസാദമുള്ള ദിവസമാകുന്നത്. ദൈവത്തിന് പ്രസാദമുള്ള ദിവസമാകണമെങ്കിൽ അന്യായ ബന്ധനങ്ങൾ കണ്ട് ഓരോന്നോരോന്ന് അഴിക്കണം. കർത്താവിന് സ്തോത്രം. അന്യായ ബന്ധനങ്ങൾ അഴിക്കുക. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എല്ലാ നുഖത്തെയും തകർക്കുക. നുഖമുണ്ട്, നാം ഇപ്പോൾ കാണുമ്പോൾ നുഖമില്ല, പക്ഷേ നമ്മുടെ ചുമലിൽ നുഖമുണ്ട്. ഇന്ന് നുഖമെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് മനസ്സിലാവില്ല, ചെറുപ്പക്കാർക്ക് മനസ്സിലാവില്ല. കൃഷിപ്പാടത്ത് പണിയുള്ളവർക്കറിയാം. രണ്ട് കാളയെ ചേർത്ത് നിർത്തി നുഖം വെച്ച് പൂട്ടി ആ നുഖം അതിൽ അമിഞ്ഞ്, ആ നുഖത്തിൻ്റെ അമിക്കയറുകളിൽ അമിഞ്ഞ് അവിടെ ഒതുങ്ങി നിൽക്കുന്നു കാള. അതുപോലെ ചില കാര്യങ്ങളിൽ നമ്മൾ ഒതുങ്ങി നിൽക്കുന്നു. നാം ഇന്ന് അന്യായ ബന്ധനത്തിലാണ്. ഓരോന്നോരോന്ന് ചിന്തിച്ചാൽ കാണാം. നമ്മുടെ കുടുംബങ്ങളിൽ പൂർവികന്മാരുടെ കാലത്ത് ചെയ്തു വെച്ചതായ ചില ദോഷങ്ങൾ, മന്ത്രവാദങ്ങൾ മൂലം, ചില അബദ്ധവിശ്വാസങ്ങൾ മൂലം, ദുരാചാരങ്ങൾ മൂലം നമ്മുടെ കുടുംബങ്ങളിൽ ബന്ധനം വന്നിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, അനേകം ബന്ധനങ്ങളുള്ള കുടുംബങ്ങൾ അത് ശാപമായി തീരുന്നു. അതാണ് നാം പലപ്പോഴും ചിന്തിക്കാറുള്ളത്. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. ഓർക്കുക, പൂർവികന്മാരുടെ കയ്യിൽ നിന്ന് വന്നതായി, അവർക്ക് വന്നുപോയ അബദ്ധത്തിൽ നിന്ന് വന്നുപോയ പാവവും ശാപവും പിന്തുടരുന്നു. മക്കളെ പിന്തുടരുന്നു, മക്കളൊന്നും അറിഞ്ഞില്ലായിരിക്കും. മക്കളുടെ മക്കളെ പിന്തുടരുന്നു, അവരൊന്നും അറിഞ്ഞില്ലായിരിക്കും. പക്ഷേ പൂർവികന്മാരുടെ ശാപം, ഇങ്ങനെയുള്ള ശാപം അനേകം ഭവനങ്ങളിലുണ്ട്, അനേകം വ്യക്തികളിലുണ്ട്. അന്യായ ബന്ധനങ്ങൾ. കരുണയുള്ള കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാനിത് നിങ്ങളുടെ മുമ്പിൽ വളരെ സമർത്ഥനായതുകൊണ്ട് പറയുകയല്ല. എൻ്റെ വീട്ടിൽ ബന്ധനം ഉണ്ടായിരുന്നു. ഈ വീട്ടിൽ കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 5 മരണം നടന്നു. നിസ്സാര കാര്യമല്ല. ഒരു വീട്ടിൽ 5 മരണം തുടരെ നടക്കുന്നു. എന്താ മരണത്തിൻ്റെ ഒരു ബന്ധനം എന്തായിരുന്നു അറിഞ്ഞുകൂടാ. എനിക്കും അറിയാൻ പാടില്ല, എൻ്റെ അമ്മയ്ക്കും അറിയാൻ പാടില്ലായിരുന്നു എന്താണ് അന്യായ ബന്ധനം വന്നതെന്ന്. ബന്ധനമാണെന്നറിയാം, ശാപമാണെന്നറിയാം, എന്തുകൊണ്ട് ഇതൊന്നും അറിയാൻ പാടില്ല. എനിക്ക് 1 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പം മരിക്കുന്നു. 2 വയസ്സായപ്പോൾ എൻ്റെ ചേട്ടന് മരിക്കുന്നു. ചേട്ടന് 13 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടൻ നല്ലപോലെ പഠിക്കുവാനും സാറുമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പിന്നീട് ഞാൻ കേട്ടിട്ടുണ്ട്.
സാറുമാർ ചിലർ എന്നെ പഠിപ്പിച്ചപ്പോൾ എന്നോട് പറയാറുണ്ട്, ചേട്ടൻ നല്ല ബുദ്ധിമാനായിരുന്നു, നല്ല പഠിത്തമായിരുന്നു എന്ന്. പക്ഷേ 13-ാമത്തെ വയസ്സിൽ ആളും കടന്നുപോയി. അമ്മ പ്രസവിച്ച 3 കുഞ്ഞുങ്ങൾ നേരത്തെ മരിച്ചു പോയിരുന്നു. 5 മരണം നടന്നു. എന്തൊരു ദുരന്തമായിരുന്നു ഈ വീട്ടിൽ. അങ്ങ് ശോകം തളം കെട്ടിയൊരു വീട്. മിണ്ടാട്ടമില്ല, ചിരിയില്ല, വർത്തമാനമില്ല, എല്ലാം മൂകമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനതെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കേൾക്കുന്നതുകൊണ്ട് ചെടിപ്പ് വരുമായിരിക്കും. പക്ഷേ സത്യം അത് ഞാൻ തുറന്നു പറയട്ടെ. പ്രിയപ്പെട്ടവരെ, തകർന്നു പോയൊരു കുടുംബമായിരുന്നു. തകർന്നു പോയൊരു കുടുംബം, എല്ലാ വിധത്തിലും തകർന്നു പോയൊരു കുടുംബം. അന്യായ ബന്ധങ്ങളുണ്ടായിരുന്നു. എന്താണെന്നോട്ട് അറിഞ്ഞുകൂടായിരുന്നു. സ്തോത്രം. നിങ്ങളും ഗ്രഹിക്കൂ. എന്താണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിലും അന്യായ ബന്ധനങ്ങളുണ്ട്. എന്ത് ചെയ്യണം? അതിനൊരു പോകാൻ വഴി മാത്രമേ ഉള്ളൂ. കർത്താവായ യേശുവിനെ വിളിച്ചപേക്ഷിക്കണം. യേശുവേ, എൻ്റെ ഭവനത്തിലേക്ക് നീ വരണമേ. അതേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് യേശു വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ യേശു ക്രിസ്തു വന്ന് ബന്ധനങ്ങൾ അഴിച്ചു തരും. ശാപങ്ങളെല്ലാം മാറ്റി. എത്ര ഭയങ്കരമായ ശാപമാണെങ്കിലും, എത്ര മന്ത്രവാദ ദോഷങ്ങളാണെങ്കിലും, ആരെല്ലാം നിങ്ങൾക്കെതിരെ കൈദോഷം തരികയോ മന്ത്രവാദം ചെയ്യുകയോ ചെയ്തെന്നൊക്കെ വിചാരിച്ചാലും ഒന്നും നിങ്ങൾ ഫലിക്കുകയില്ല. യാതൊരു ആയുധവും നിങ്ങളുടെ മേൽ ഫലിക്കുകയില്ല. പൈശാചികൻ്റെ തന്ത്രങ്ങളും നിങ്ങൾ ഫലിക്കുകയില്ല. ഒരേ ഒരു കാര്യം, കർത്താവായ യേശു വരണം നിങ്ങളുടെ ഹൃദയത്തിലേക്ക്. യേശു നിങ്ങളുടെ വീട്ടിലേക്ക് വരണം. യേശു നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരണം. നിങ്ങളുടെ വീട്ടിൽ യേശു വസിക്കണം. അത് സ്ഥിരമായി യേശു വസിക്കണം. ഈ ഭവനത്തിൽ യേശു ഉണ്ടായെന്ന് നമുക്ക് തോന്നണം. കർത്താവിന് സ്തോത്രം. എപ്പോഴും ഒരു കാംനെസ് ആൻഡ് ക്വയറ്റ്നെസ്, എപ്പോഴും ഉണ്ടൊരു ശാന്തത, എപ്പോഴും ഉണ്ട് ഒരു സമാധാനം. ദൈവത്തിന് സ്തോത്രം. സമാധാനം. കർത്താവേ, വഴക്കില്ല, പിണക്കമില്ല, വൈരാഗ്യമില്ല, പകയില്ല, വിദ്വേഷമില്ല, അഭിപ്രായ വ്യത്യാസമില്ല, അഭിപ്രായ സംഘടനകളില്ല. അവിടെ സ്നേഹം മാത്രം. പരസ്പരം ക്ഷമിക്കുന്നു, പരസ്പരം പൊറുക്കുന്നു. തെറ്റുകളായി തോന്നാതെ, അതൊന്നും ആരുടെ ശ്രദ്ധയിൽ വരാതെ എല്ലാം അങ്ങ് ഉയർന്ന് പൊങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് മനസ്സിലായോ? ഇഷ്ടക്കുറവോ എന്തെങ്കിലും വന്നു പോയാൽ ഉടനെ എൻ്റെ കർത്താവേ തെറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ഉള്ളം കരയുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ അന്യായ ബന്ധങ്ങൾ അഴിക്കുക. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അന്യായ ബന്ധങ്ങൾ അഴിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്യേണ്ടത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരിക്കൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവോട് ചോദിച്ചു. 6-ാം അധ്യായം, യോഹന്നാന് സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം വായിക്കാം. അവർ അവനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ ചെയ്യേണ്ടതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് കർത്താവിന്റെ ശിഷ്യന്മാർ ചോദിച്ചു. യേശു പറഞ്ഞു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ എന്ന് ഉത്തരം പറഞ്ഞു. യേശുക്രിസ്തു, ജീവനുള്ള ദൈവം അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കണം. യേശുക്രിസ്തു നിങ്ങൾ വിശ്വസിക്കണം. വിശ്വാസം വേണം. നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൽ വിശ്വാസം വേണം. എന്നാൽ നിങ്ങൾ പറയും, എൻ്റെ കർത്താവേ, എനിക്ക് വിശ്വാസം വരുന്നില്ലല്ലോ. സ്നേഹിത, നിന്നോട് ഒന്നും പറയാനില്ല. വിശ്വാസം വേണമെങ്കിൽ വന്നാൽ മതി. ദൈവം ജീവിക്കുന്ന എനിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിന്നോടൊന്നും പറഞ്ഞിട്ട് പ്രയോജനമില്ല. വിശ്വാസം വരണം. ഒരു വിശ്വാസം, ഒരു എളിയ വിശ്വാസം. ഈ വിശ്വാസം വരണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? വിശ്വാസം വരണമെങ്കിൽ അതിനുള്ളതായ കാരണം നമുക്ക് തൊട്ട് മുമ്പുള്ള അധ്യായത്തിൽ വായിക്കാം. 5-ാം അധ്യായം 44-ാം വാക്യം. തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? അതാ കാര്യം. വിശ്വാസം വരുന്നില്ലെന്ന് പറയുന്നു. എന്താ കാര്യം? തമ്മിലുള്ള ബഹുമാനം മതി. ഈ ഭൂമിയിൽ മനുഷ്യർ തമ്മിലുള്ള ഈ ബഹുമാനം മതി. എല്ലാവരും എന്നെ മാനിക്കണം, എല്ലാവരും എന്നെ സ്നേഹിക്കണം, എല്ലാവരും എന്നെ കരുതണം, എന്നെ ആദരിച്ചു കൊള്ളണം, എന്നെ ബഹുമാനിച്ചു കൊള്ളണം. ഇങ്ങനെയുള്ള ചിന്ത തമ്മിൽ ബഹുമാനം വാങ്ങുന്നു. അങ്ങനെ തമ്മിലുള്ളതായി ബഹുമാനമായിക്കൊണ്ട് ഏകദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ളതായി ആ ബഹുമാനം ആഗ്രഹിക്കാത്ത നിങ്ങൾക്ക്, അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഏകദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ളതായി ബഹുമാനം അന്വേഷിക്കണം, ദൈവം എന്നിൽ പ്രസാദിക്കണമെന്ന്. ഇന്ന് അവിശ്വാസത്തിൻ്റെ കാരണം ഇതാണ്. തമ്മിൽ ബഹുമാനം മതി. ഈ ശവക്കുഴിയിലെത്തുന്നതിന് മുമ്പ് വരെയും ഉള്ള ജീവിതത്തിൽ മനുഷ്യരുടെ ബഹുമാനം ആഗ്രഹിക്കുന്നു, മനുഷ്യരുടെ സ്നേഹം ആഗ്രഹിക്കുന്നു. മനുഷ്യരെന്നെ മാനിക്കണം, എൻ്റെ ഭാര്യ എന്നെ അനുസരിക്കണം, എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കണം, എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കണം. ഇതെല്ലാം ചില അവകാശവാദങ്ങളാണ്. സ്നേഹിച്ചാൽ കൊള്ളാം, അത് അവരുടെ കാര്യം. പക്ഷേ ഞാനെന്ന് പറയുന്ന മനുഷ്യൻ അത് ആഗ്രഹിക്കരുത്. ആരെന്നെ സ്നേഹിക്കുന്നോ ഇല്ലയോ എന്ന് ആഗ്രഹിക്കരുത്. എനിക്ക് ആരുടെ മുമ്പിൽ വിളങ്ങണ്ട. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആരുടെ മുമ്പിൽ വിളങ്ങണ്ട. ഒരിടത്തും ഞാൻ ഷൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. സ്തോത്രം. ഈ ചിന്ത വരുമ്പോഴാണ് നമുക്ക് അന്യായബന്ധങ്ങൾ അഴിഞ്ഞു പോകുന്നത്.
സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്വയത്തിൻ്റെ ബന്ധനം അഴിഞ്ഞു പോകണം, ജഡത്തിൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകണം, ശരീരത്തിൽ അനേകം ബന്ധനങ്ങൾ, ശരീരത്തിൽ ഓരോ അവയവങ്ങളുടെ ബന്ധനങ്ങൾ എല്ലാം അഴിഞ്ഞു പോകണം. ബന്ധനങ്ങൾ അഴിക്കാൻ യേശുക്രിസ്തു വന്നിരിക്കുന്നു. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം മുതൽ. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദി മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാച് ആദി മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ, പിശാചിന്റെ ബന്ധനങ്ങൾ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു വന്നത് സാത്താൻ്റെ ബന്ധനങ്ങൾ അഴിക്കാനാണ്. ദൈവവൈദ്യരെ, ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിനക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, എനിക്ക് അനേകം ബന്ധനങ്ങളുണ്ട്. എനിക്ക് അവകാശപ്പെടാത്തത്, എനിക്ക് ഒരു കാരണവശാലും ഉടമസ്ഥൻ അറിയാത്തത് പണമോ അല്ലെങ്കിൽ സാധനങ്ങളോ എൻ്റെ കൈവശമുണ്ട്. കർത്താവേ, എന്നോട് ക്ഷമിക്കണം. എൻ്റെ കർത്താവേ, ഞാനെല്ലാം അതിവേഗം മടക്കി കൊടുത്ത് ഞാൻ സമാധാനം പ്രാപിച്ച് എൻ്റെ കർത്താവിനെ ഞാൻ സ്തുതിച്ചു കൊള്ളാം. കർത്താവേ, എൻ്റെ കയ്യിൽ അന്യൻ്റേതൊന്നും ഇരിക്കരുത്, എനിക്ക് അവകാശപ്പെടാത്തതൊന്നും എൻ്റെ കയ്യിലിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഓരോന്നോരോന്നും നിങ്ങൾ കണ്ടുപിടിക്കണം. കർത്താവേ, എൻ്റെ ജീവിതം വഷളായി പോകാൻ നീ സമ്മതിക്കരുത്. ഇതുവരെയും വഷളായിപ്പോയി, ഇനി അതിനിടെ വരുത്തുകയില്ല. കർത്താവേ, ഞാനത് കുറച്ചിരിക്കുന്നു. ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാം. ആരോടെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ? ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിൽ പകയോ വിദ്വേഷമാണെന്നില്ല. ഒരു പക്ഷേ എന്നെ കരുതിയില്ല, എന്നെ സ്നേഹിച്ചില്ല എന്നുള്ളൊരു പരിഭവമുള്ളിലുണ്ടോ? അത് അന്യായ ബന്ധനമാണ്. എല്ലാം അഴിച്ചു കളയണം. പിശാചിൻ്റെ പ്രവൃത്തികളെല്ലാം അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് എൻ്റെ സഹോദരങ്ങളോട് ഞാൻ വളരെ വിനയത്തോടെ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അന്യായ ബന്ധനങ്ങളുണ്ട്. ദൈവത്തിന് പ്രസാദമുള്ള ദിവസമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ബന്ധനങ്ങൾ അഴിയണം. സ്തോത്രം. നമ്മുടെ ബന്ധനങ്ങൾ അഴിക്കാനാണ് കർത്താവായ യേശു കുരിശിൽ തൂങ്ങിയത്. കർത്താവ് 3 ആണികളിൽ അവിടെ കുരിശിന്മേൽ തൂങ്ങി നിന്നു. കർത്താവിന് സ്തോത്രം. ആ 3 ആണികളുടെ ബന്ധനങ്ങൾ നീണ്ട കാര്യമ്പാണികളായിരുന്നു. ഒരു കാലം തുളച്ചു, അടുത്ത കാലം തുളച്ചു, ആ ഉണങ്ങിയ മരത്തോട് ചേർത്ത് അടിച്ചു. എന്ത് വേദന കർത്താവ് സഹിച്ചു. കർത്താവിൻ്റെ കൈകൾ രണ്ടും വിരിച്ചു വെച്ച് ഓരോ കൈയിലും ആണിയടിച്ചു. ഉണങ്ങിയ മരത്തോട് ചേർത്ത് അടിച്ചു. ദൈവത്തിന് സ്തോത്രം. പച്ച ശരീരം ഉണങ്ങിയ മരത്തോട് ചേർത്ത് അടിച്ചു. ചോര ചീറി തെറിച്ചു. എൻ്റെ ബന്ധനം അഴിക്കാൻ. സ്തോത്രം. ദൈവം ഇതിലെ നീ വിശ്വസിക്കുക. ഇന്ന് ബന്ധനങ്ങളുണ്ട്, പക്ഷെ അഴിക്കാൻ യേശു വന്നിട്ടുണ്ട്. ഈ ബന്ധനം അഴിക്കാൻ യേശുവിൻ്റെ കരം നിൻ്റെ നേരെ നീട്ടുന്നുണ്ട്. നീ വിശ്വസിച്ചുകൊണ്ട് നോക്കിയാൽ യേശുവിൻ്റെ കരം നിൻ്റെ നേരെ നീട്ടുന്നത് നിനക്ക് അനുഭവിക്കാം. യേശുവിൻ്റെ ബന്ധനങ്ങൾ അഴിക്കുന്നതിന് അനുഭവിക്കാം. തലമുറയായിട്ടുള്ളതായ ബാധകൾ മാറ്റുന്നത് നിനക്ക് അനുഭവിക്കാം. തലമുറകളുടെ ബന്ധനങ്ങൾ അകറ്റുന്നത് നിനക്ക് അനുഭവിക്കാം. നീ ചെയ്ത പാപങ്ങളുടെ ദോഷങ്ങളെല്ലാം നിന്നിൽ നിന്ന് മാറ്റുന്നത് നിനക്ക് അനുഭവിക്കാം. പാപത്തിൻ്റെ ബന്ധനങ്ങൾ അഴിയണം. ദൈവത്തിന് സ്തോത്രം. ആ മഹാഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. പാപബന്ധനങ്ങൾ അഴിയുന്നതായ മഹാഭാഗ്യം കരുണയുള്ള കർത്താവ് നിങ്ങൾക്ക് തരട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കൂ. ഇപ്പോൾ നിങ്ങളോട് കർത്താവോട് വാക്ക് പറയൂ, കർത്താവേ, ഇന്നിതാ ഞാൻ എന്നെ തന്നെ എൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. എൻ്റെ മേലുള്ളതായ സകല ബന്ധനങ്ങൾ അഴിച്ച് എനിക്ക് സ്വാതന്ത്ര്യം തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ. സ്വാതന്ത്ര്യം തരണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ കൊടുക്കൂ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയുടെ കരം നിങ്ങളുടെ തലമേൽ വരികയും നിങ്ങളെ കർത്താവ് ചേർത്ത് അണയ്ക്കുകയും ചെയ്യും. കർത്താവിന് തിരുവിലാവിനോട് ചേർത്തണയ്ക്കും. ഹല്ലേലൂയ. ആ തിരക്തങ്ങളെ തൊടും. ഹല്ലേലൂയ. ആ തിരക്തങ്ങളെ കഴുകും. ഹല്ലേലൂയ. ബന്ധനങ്ങളിൽ അഴിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കരുണയുള്ള കർത്താവിൻ്റെ കരുണകൾ തൊടുന്ന സമയം നിങ്ങൾ ദൈവത്തെ ആശയോടെ ആവേശത്തോടെ പ്രാർത്ഥിച്ച് സമർപ്പിച്ച് കർത്താവിന് പ്രസാദമുള്ള ദിവസമാക്കുവാൻ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം.